Dear students, today we will discuss our 12th chapter, staffing. What is meant by manpower planning? എന്താണ് manpower planning എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സ്ഥാപനത്തിന് യോഗ്യതയുള്ള ജീവനക്കാർ എത്ര വേണമെന്ന് നിർണയിക്കുകയും അത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ജോലിയാണ് നമ്മൾ manpower planning എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ഥാപനത്തിന് യോഗ്യതയുള്ള ജീവനക്കാർ എത്രയുണ്ടെന്നും എത്ര വേണമെന്ന് നിർണയിക്കുക, അതേപോലെ തന്നെ അവരത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ജോലിയാണ് നമ്മൾ മാൻപവർ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാൻപവർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിന് യോഗ്യതയുള്ള ജീവനക്കാർ എത്ര പേരുണ്ടെന്ന് നിർണയിക്കുകയും അതേപോലെ തന്നെ അത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പിന്നെ ജോബ് ഡെസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് ജോലി വിവരണവും അതേപോലെ ജോലി തരംതിരിവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ജോലി വിവരണവും ജോലി തരംതിരിവും തമ്മിലുള്ള വ്യത്യാസം. ജോലി വിശകലനം എന്നതിൽ ജോലി വിവരണവും ജോലി തരംതിരിവും ഉൾക്കൊള്ളുന്നു. അതായത് ജോബ് അനാലിസിസ്, ഇല്ല അതേണ്ട് എടാ അതായത് നമ്മൾ പറയുന്നത് ജോലി വിശകലനം. ജോലി വിശകലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് അനാലിസിസ് എന്ന് പറയും. ജോബ് അനാലിസിസില് ജോലി തരംതിരിവും ജോലി വിവരണവും ഉൾക്കൊള്ളുന്നു. ജോലി വിവരണം എന്നത് ജീവനക്കാരൻ നിർവഹിക്കേണ്ട ജോലിയുടെ വിവരണമാണ്. അതായത് ഒരു തൊഴിൽശാലയിൽ ജീവനക്കാരൻ നിർവഹിക്കേണ്ട ജോലിയാണ് നമ്മൾ ജോലി വിവരണം എന്ന് പറയുന്നത്. ജോലിക്കാരന്റെ ചുമതലകൾ, മേൽനോട്ടത്തിന്റെ രീതി, മറ്റു ജോലികളുമായുള്ള ബന്ധം, തൊഴിൽ സാഹചര്യങ്ങൾ, അപകട സാധ്യത എന്നിങ്ങനെയുള്ള വിശദ വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും. ജോലി തരംതിരിവ് എന്നതിൽ ജോലി നിർവഹിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായതോ അഭിലഷണീയമായതോ ആയ വിദ്യാഭ്യാസം, സാമർഥ്യം, മറ്റു കാര്യങ്ങൾ എന്നിവ വ്യക്തമാക്കിയിരിക്കും. ദയവായി ഓൺലൈനിൽ ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആ സൗണ്ടുകൾ വരാത്ത രീതിയിൽ മൈക്ക് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഫോൺ സെറ്റ് ചെയ്ത് വെക്കുക. ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആവും. ജോലി വിശകലനം എന്നതിൽ ജോലി വിവരണവും ജോലി തരംതിരിവും ഉൾക്കൊള്ളുന്നു. ജോലി വിവരണം എന്നത് ജീവനക്കാരൻ നിർവഹിക്കേണ്ട ജോലിയുടെ വിവരണമാണ്. അതായത് ജോലി വിവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിൽശാലയിൽ ജീവനക്കാരൻ നിർവഹിക്കേണ്ട ജോലിയുടെ വിവരണമാണ് ജോലി വിവരണം. ഇനി ജോലിക്കാരന്റെ ചുമതലകൾ, മേൽനോട്ടത്തിന്റെ രീതി, മറ്റു ജോലികളുമായുള്ള ബന്ധം, തൊഴിൽ സാഹചര്യങ്ങൾ, അപകട സാധ്യത എന്നിങ്ങനെയുള്ള വിശദ വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും. ജോലി തരംതിരിവ് എന്നതിൽ ജോലി നിർവഹിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായതോ അഭിലഷണീയമായതോ ആയ വിദ്യാഭ്യാസം, സാമർഥ്യം, മറ്റു കാര്യങ്ങൾ എന്നിവ വ്യക്തമാക്കിയിരിക്കണം. ഇനി നമ്മൾ പറയുന്നത് ബാഹ്യ റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങൾ. അതായത് ബാഹ്യ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയും. സ്ഥാപനത്തിന് പുറമെ നിന്ന് ജീവനക്കാരെ കണ്ടെത്തുന്നതിനെയാണ് ബാഹ്യമായ ഉറവിടം. അതായത് സ്ഥാപനത്തിന് പുറമെ നിന്ന് ജീവനക്കാരെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ബാഹ്യമായ ഉറവിടം എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിനുള്ള ഏറ്റവും പ്രചാരമുള്ള ബാഹ്യമായ ഉറവിടങ്ങൾ താഴെ പറയുന്നവയാണ്. അതായത് ബാഹ്യമായ ഉറവിടങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന് പുറമെ നിന്ന് ജീവനക്കാരെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ബാഹ്യമായ ഉറവിടം എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിനുള്ള ഏറ്റവും പ്രചാരമുള്ള ബാഹ്യമായ ഉറവിടങ്ങൾ, അതായത് റിക്രൂട്ട്മെന്റിന് ഏറ്റവും പ്രചാരമുള്ള ബാഹ്യമായ ഉറവിടങ്ങൾ താഴെ പറയുന്നവയാണെന്നാണ് പറയുന്നത്.
അതായത് പരസ്യം വഴി, അതായത് അഡ്വർടൈസ്മെന്റ്, അതായത് ഒരു തൊഴിൽശാലയിലേക്ക് പുറമെ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഒന്നാമത് പരസ്യം, അതായത് തൊഴിൽശാലയിൽ വേക്കൻസി ഉണ്ട് എന്നറിയുന്നത് പരസ്യം വഴി, റിക്രൂട്ട്മെന്റിന്റെ എന്താ പറയുന്ന അഡ്വർടൈസ്മെന്റ് വഴി, ജോലിയുടെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് വഴി. പരിചയ സമ്പത്ത് ആവശ്യമുള്ള ഉയർന്ന ജോലിക്ക് ആളുകളെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല രീതിയാണ്, ഉയർന്ന ജോലിക്ക് ആളുകളെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല രീതിയാണ് പരസ്യം നൽകല്. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അതായത് പരസ്യം കൂടാതെ പിന്നെ വരുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എല്ലാത്തരം തൊഴിലാളികളെയും ജീവനക്കാരെയും തിരഞ്ഞെടുക്കുന്നതിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ കഴിയുന്നു. അതായത് എല്ലാ തരം ജോലിക്കാരെയും നമുക്കറിയാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിട്ട് എന്താ പറയുന്ന ഒഴിവുകൾ വരുന്ന കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികളെ അതിനനുസരിച്ച് അവരെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ മൂന്നാമത്തേതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റികൾ എന്നിവയും റിക്രൂട്ട്മെന്റിന് സൗകര്യമുണ്ട്. അപ്പൊ മൂന്ന് രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഒന്ന് പരസ്യങ്ങള്, അതേപോലെ തന്നെ രണ്ടാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, മൂന്നാമത്തേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി. ഇനി എന്താണ് സെലക്ഷൻ? വാട്ട് ഡു യു മീൻ ബൈ സെലക്ഷൻ? സെലക്ഷന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നിടത്ത് നിന്ന് സെലക്ഷൻ ആരംഭിക്കുന്നു. അപേക്ഷകരിൽ നിന്നുള്ള അപേക്ഷകളെല്ലാം ലഭിച്ചു കഴിയുന്നതോടെയാണ് സെലക്ഷൻ പ്രക്രിയ തുടരുന്നത്. ഇനി സ്ഥാപനത്തിലെ ജോലിക്ക് അപേക്ഷകരെല്ലാം യോഗ്യരാകണമെന്നില്ല. യോഗ്യരാണെങ്കിൽ തന്നെ എല്ലാവരെയും എടുക്കാനും കഴിയില്ല. അതിനാൽ അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്ന് ആവശ്യമുള്ളിടത്തോളം പേരെ സെലക്ട് ചെയ്യുന്നു. അവിടെയാണ് സെലക്ഷൻ പ്രക്രിയ വരുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത് സെലക്ഷൻ തുടങ്ങും. അപ്പോ എല്ലാവരെയും ഒരേപോലെ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നത് തെരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോ സ്ഥാപനത്തിലെ ജോലിക്ക് അപേക്ഷകരെല്ലാം യോഗ്യരാകണമെന്നില്ല. യോഗ്യരാണെങ്കിൽ തന്നെ എല്ലാവരെയും എടുക്കാനും കഴിയില്ല. അതിനാൽ അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്ന് ആവശ്യമുള്ളിടത്തോളം പേരെ സെലക്ട് ചെയ്യും. അവിടെയാണ് സെലക്ഷൻ പ്രക്രിയ വരുന്നത്. അതായത് അപേക്ഷകരിൽ നിന്ന് ആവശ്യമുള്ളിടത്തോളം ആളുകളെ, എല്ലാവരെയും റിക്രൂട്ട് ചെയ്ത എല്ലാ ആളുകളെയും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ അപേക്ഷകരിൽ നിന്ന് ആവശ്യമുള്ളിടത്തോളം ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ വരുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. അതായത് റിക്രൂട്ട് ചെയ്ത ആളുകളിൽ നിന്ന് ആവശ്യമായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിനാണ് സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് പ്രൊമോഷൻ. വാട്ട് ഡു യു മീൻ ബൈ പ്രൊമോഷൻ? എന്താണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാല്? പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്ന പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്കുള്ള, നമുക്കറിയാവുന്നതാണ് പ്രൊമോഷന്റെ അർത്ഥം. താഴ്ന്ന പദവിയിൽ നിന്ന് ഉയർന്ന പ്രൊമോഷൻ എന്ന് ഞാൻ കടകേറി പറഞ്ഞു. അപ്പൊ തമ്മിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിട്ട് വെച്ച് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചപ്പോ താഴ്ന്ന പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്കുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും സ്റ്റാഫിങ്ങും എന്താണ്? മനുഷ്യ വിഭവ മാനേജ്മെന്റും സ്റ്റാഫിങ്ങും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്ത് പറയാണ് മനുഷ്യ വിഭവ മാനേജ്മെന്റും അതേപോലെ തന്നെ സ്റ്റാഫിങ്ങും. മനുഷ്യ വിഭവ മാനേജ്മെന്റ് വളരെ വിശാലമായ പദമാണ്. സ്റ്റാഫിങ് മനുഷ്യ വിഭവ മാനേജ്മെന്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. മനുഷ്യ വിഭവ ആസൂത്രണം, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്രതിഫലം, തൊഴിലാളികളുടെ ക്ഷേമം, ഉത്തേജനം തുടങ്ങിയ പ്രക്രിയകൾ അടങ്ങുന്നതാണ് മനുഷ്യ വിഭവ മാനേജ്മെന്റ്. ഇനി സ്റ്റാഫിങ്ങിന്റെ മീനിങ്: മറ്റുള്ളവരുടെ പ്രയത്നത്തിലൂടെ കാര്യങ്ങൾ നടത്താൻ ചുമതലപ്പെട്ട സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിയമനവും വളർത്തലും വികസനവുമാണ് സ്റ്റാഫിങ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രയത്നത്തിലൂടെ കാര്യങ്ങൾ നടത്താൻ ചുമതലപ്പെട്ട സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിയമനവും വളർത്തലുമാണ് വികസനവുമാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് എന്താണ്, അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ എന്താണ്? ഇനി നമ്മൾ പറയുന്നത് റിക്രൂട്ട്മെന്റിന്റെ ഡെഫിനിഷൻ, ഡിഫൈൻ ദ ടേം റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ നിർവചനത്തെ കുറിച്ചാണ് പറയുന്നത്.
സ്ഥാപനത്തിൽ ജീവനക്കാരായി ചേരാൻ സാധ്യതയുള്ളവരെ തേടലും ജോലിക്ക് അപേക്ഷിക്കാൻ പഠിപ്പിക്കലും അടങ്ങിയ പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ്. സ്ഥാപനത്തിൽ ലഭിക്കാവുന്ന ജോലികൾ അല്ലെങ്കിൽ ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അപേക്ഷകരാകാൻ സാധ്യതയുള്ളവരെ അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യൽ എന്നതാണ് റിക്രൂട്ട്മെന്റ്. ഇനി ആന്തരിക റിക്രൂട്ട്മെന്റിന്റെ സവിശേഷതകളാണ്. ആഭ്യന്തര ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്നും തന്നെ ആളെ കണ്ടെത്തൽ എന്നാണ് അർത്ഥം. സ്ഥലവും മാറ്റവും പ്രൊമോഷനുമാണ് ആഭ്യന്തര ഉറവിടങ്ങൾ. ഇനി അതിൽ ഒന്നാമത്തെ പ്രചോദനം, മോട്ടിവേഷൻ. രണ്ടാമത്തെ വിശ്വസനീയമായ രീതി, റിലയബിൾ മെത്തേഡ്. മൂന്നാമത്തെ പരിശീലനത്തിനുള്ള ഒരു ഉപകരണം, എ ടൂൾ ഓഫ് ട്രെയിനിങ്. നാലാമത്തെ ജീവനക്കാരുടെ കുറവും കൂടുതലും പരിഹരിക്കുന്നു, സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് റെക്ടിഫൈഡ്. അഞ്ചാമത്തെ ചെലവ് കുറഞ്ഞ രീതി, അതായത് ഇക്കണോമിക്കൽ. ഇത്രയുമാണ് എന്താ പറയുന്നത് ആന്തരിക റിക്രൂട്ട്മെന്റ് സവിശേഷതകൾ. അതായത് പ്രചോദനം, വിശ്വസനീയമായ രീതി, പരിശീലനത്തിനുള്ള ഒരു ഉപകരണം, ജീവനക്കാരുടെ കുറവും കൂടുതലും പരിഹരിക്കുന്നു, പിന്നെ ചെലവ് കുറഞ്ഞ രീതിയാണ്. ഇനി ട്രെയിനിങ് എന്നാൽ എന്ത്? സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. പരിശീലനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരംഭകർക്ക്, അതായത് ഒരു എന്റർപ്രണർക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ഒരു ജീവനക്കാരന്റെ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ട്രെയിനിങ്. നമുക്ക് അറിഞ്ഞൂടെ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് പരിശീലനം നൽകുന്നു. അപ്പൊ ആ ജോലിയിലേക്ക് അയാളുടെ അറിവും അതേപോലെ തന്നെ വൈദഗ്ധ്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏൽപ്പിച്ച ജോലി കാര്യക്ഷമമായി ചെയ്യാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നു. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിചാരം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ഇനി കാര്യക്ഷമത വർദ്ധിക്കുന്നു, ഉൽപാദനക്ഷമത കൂട്ടുന്നു, ഭാവി മാനേജർമാരെ പ്രാപ്തരാക്കുന്നു, ജോലിയിൽ ഹാജരാകാതിരിക്കലും ജോലിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും കുറയ്ക്കുന്നു. ഇനി പരിശീലനത്തിന്റെ ഏതെങ്കിലും രണ്ട് പ്രാധാന്യത്തെ കുറിച്ച് പറയാനാണ് പറഞ്ഞേക്കണേ. അതായത് കൂടുതൽ മികച്ച തൊഴിൽ സാധ്യതകള്, ഉയർന്ന വരുമാനം, കുറഞ്ഞ അപകടങ്ങള്, തൊഴിലാളികളുടെ ഉയർന്ന മനോവീര്യം. ഇനി എന്താണ് ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറഞ്ഞാല്? ഒരു ജീവനക്കാരന്റെ വികസനം എന്ന് പറയുമ്പോൾ അയാളുടെ സമഗ്രമായ വളർച്ചയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങളുടെ നിലവിലുള്ള ജോലികൾ ശരിക്കും നിർവഹിക്കാൻ വേണ്ടി അറിവും വൈദഗ്ധ്യവും ജീവനക്കാർ നേടിയെടുക്കുന്ന പ്രക്രിയയാണിത്. പരിശീലനം എന്നത് തൊഴിൽ സംബന്ധമായതാണ്, എന്നാൽ വികസനം എന്നത് തൊഴിൽ സാധ്യത സംബന്ധിച്ചുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവനക്കാർ വൈദഗ്ധ്യം നേടുന്നതാണ് വികസനം. അതായത് ഒരു ജീവനക്കാരന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം എന്ന് പറയുമ്പോൾ അയാളുടെ സമഗ്രമായിട്ടുള്ള വളർച്ച. ഇനി തങ്ങളുടെ വൈദഗ്ധ്യം, നിലവിലുള്ള ജോലികൾ ശരിക്കും നിർവഹിക്കാൻ വേണ്ടി അറിവും വൈദഗ്ധ്യവും ജീവനക്കാർ നേടിയെടുക്കുന്ന പ്രക്രിയയാണിത്. പരിശീലനം എന്നത് തൊഴിൽ സംബന്ധമായതാണ്, എന്നാൽ വികസനം എന്നത് തൊഴിൽ സാധ്യതയെ സംബന്ധിച്ചുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവനക്കാർ വൈദഗ്ധ്യം നേടുന്നതാണ് വികസനം. ഇനി ഡെസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിന്റെ പ്രാധാന്യം. സ്ഥാപനത്തിന്റെ ഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദവി നിർവഹിക്കാൻ ആവശ്യമായ ആളുകളെ ശരിയായും ഫലപ്രദമായും തിരഞ്ഞെടുത്ത് വിലയിരുത്തി പരിശീലിപ്പിക്കുക എന്നത് മാനേജീരിയൽ കർത്തവ്യമാണ്. ആ മാനേജീരിയൽ കർത്തവ്യത്തെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന്റെ എന്താ പറയുന്ന ഘടനയ്ക്ക് അനുസരിച്ച് അവിടെ ഒഴിവുള്ള പദവി നിർവഹിക്കാൻ അല്ലെങ്കിൽ പദവികളിൽ ഒഴിവ് വരുമ്പോൾ ആ ഒഴിവിലേക്ക് ശരിയായ രീതിയിൽ ശരിയായും അതേപോലെ തന്നെ ഫലപ്രദമായും ആളുകളെ തിരഞ്ഞെടുക്കാൻ പരിശീലിപ്പിക്കുക. പിന്നെ മറ്റുള്ളവരുടെ പ്രയത്നത്തിലൂടെ കാര്യങ്ങൾ നടത്താൻ ചുമതലപ്പെട്ട സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിയമനവും വളർത്തലും വികസനവുമാണ് സ്റ്റാഫിംഗ്. ഇനി സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞാൽ ശരിയായ ജോലിക്ക് ശരിയായ ആളെ നിയോഗിക്കുമ്പോൾ സംഘടന ഊർജ്ജസ്വലമാകുന്നു, ഫലപ്രദമായ ഒരു മാനുഷിക സംഘടന പടുത്തുയർത്തുന്നു, മനുഷ്യ വിഭവ സമ്പത്ത് ഉണ്ടാക്കുന്നു, കനത്ത നിക്ഷേപം ആവശ്യമായി വരുന്നു. ഇനി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആസ് ദ സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. ബാഹ്യ റിക്രൂട്ട്മെന്റിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പങ്ക്. എല്ലാത്തരം തൊഴിലാളികളെയും ജീവനക്കാരെയും തെരഞ്ഞെടുക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സഹായിക്കാൻ കഴിയും. ഗവൺമെന്റും സ്വകാര്യ ഏജൻസികളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നടത്തുന്നുണ്ട്. റിക്രൂട്ട്മെന്റിനുള്ള നല്ലൊരു ഉറവിടമാണിത്. തൊഴിൽ തേടുന്നവരെയും ജീവനക്കാരെയും ആവശ്യമുള്ളവരെയും പരസ്പരം ബന്ധപ്പെടുത്തുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് എല്ലാത്തരം തൊഴിലാളികളെയും ജീവനക്കാരെയും തെരഞ്ഞെടുക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സഹായിക്കാൻ കഴിയും. ഗവൺമെന്റും സ്വകാര്യ ഏജൻസികളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നടത്തുന്നുണ്ട്.
റിക്രൂട്ട്മെന്റിനുള്ള നല്ലൊരു ഉറവിടമാണിത്. തൊഴിൽ തേടുന്നവരെയും ജീവനക്കാരെ ആവശ്യമുള്ളവരെയും പരസ്പരം ബന്ധപ്പെടുത്തുകയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിലുള്ള അല്ലെങ്കിൽ സെലക്ഷൻ പ്രക്രിയയെ കുറിച്ച് വിശദീകരിക്കുക. അതിലൊന്നാമത്തെ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന. സെലക്ഷൻ പ്രക്രിയയിലെ ആദ്യ പടിയാണ് അപേക്ഷ സ്വീകരിക്കലും സൂക്ഷ്മ പരിശോധനയും. കിട്ടുന്ന അപേക്ഷകളെല്ലാം പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി യോഗ്യതയില്ലാത്തവരുടെ അപേക്ഷകൾ നീക്കം ചെയ്യുന്നു. പിന്നെ പ്രാരംഭ ഇന്റർവ്യൂ. അപേക്ഷകൻ കമ്പനി ഉദ്യോഗസ്ഥന്മാരുമായി ആദ്യമായി ഇടപെടുന്ന അവസരമാണിത്. ഈ ഇന്റർവ്യൂവിൽ ജയിക്കുന്നവർക്ക് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോറം നൽകുന്നു. പിന്നെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ. പ്രാഥമിക ഇന്റർവ്യൂവിൽ പാസ്സാകുന്നവർ പൂരിപ്പിച്ച് നൽകേണ്ട ഫോമാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. പിന്നെ സെലക്ഷൻ ടെസ്റ്റ്. നിശ്ചിത ജോലി നിർവഹിക്കുന്നതിന് അപേക്ഷകനുള്ള വൈദഗ്ധ്യം, അപേക്ഷകന്റെ ഗുണങ്ങൾ, പ്രാപ്തി എന്നിവ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപം നൽകുന്നവയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് സെലക്ഷൻ പ്രക്രിയ. അതിലൊന്നാമത്തെ നമ്മൾ സ്ക്രീനിങ് ദ ആപ്ലിക്കേഷൻ. ഉദ്യോഗാർത്ഥികള് അപേക്ഷിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമുകൾ കൃത്യമായി പരിശോധിക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രാരംഭ ഇന്റർവ്യൂ നടത്തും. പിന്നെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ. ബ്ലാങ്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പാസ്സാകുന്നവര് പൂരിപ്പിച്ച് നൽകേണ്ട അപേക്ഷാ ഫോമാണ്. പിന്നെ വരുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ്. നിശ്ചിത ജോലി നിർവഹിക്കുന്നതിന് അപേക്ഷകനുള്ള വൈദഗ്ധ്യം, അപേക്ഷകന്റെ ഗുണങ്ങൾ, പ്രാപ്തി എന്നിവ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപം നൽകുന്നവയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. പിന്നെ ഇന്റർവ്യൂ. ഒരു ജോലിക്ക് ഒരു അപേക്ഷകൻ യോഗ്യനാണോ എന്ന് അയാളെ നേർക്കുനേർ ഇരുന്ന് നിരീക്ഷിച്ച് വിലയിരുത്തുന്നതാണ് ഇന്റർവ്യൂ. പിന്നെ റഫറൻസ്. അപേക്ഷകന്റെ ശേഷിയും വ്യക്തിത്വവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് റഫറൻസ്. ഈ റഫറൻസ് അനുസരിച്ച് അന്വേഷണം നടത്തിയാൽ അപേക്ഷകൻ തന്റെ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കാം. അപ്പൊ റഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപേക്ഷകന്റെ ശേഷിയും വ്യക്തിത്വവും സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉറവിടമാണ് റഫറൻസ്. ഈ റഫറൻസ് അനുസരിച്ച് അന്വേഷണം നടത്തിയാൽ അപേക്ഷകൻ തന്റെ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കാം. പിന്നെ വൈദ്യപരിശോധന. ചില ജോലികൾക്ക് കായികക്ഷമത ഒരു മാനദണ്ഡമായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ അപേക്ഷകനെ ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകന് ഗുരുതരമായ രോഗങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നു. പിന്നെ വരുന്നതാണ് അവസാന സെലക്ഷൻ. സെലക്ഷൻ നടപടിക്രമത്തിലെ അവസാന നടപടിയാണിത്. അയാൾക്ക് നിയമനം സംബന്ധിച്ച് കത്ത് നൽകുകയും ഒരു നിശ്ചിത ദിവസത്തിനു മുമ്പ് ജോലിയിൽ പ്രവേശിക്കാൻ അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതായത് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കത്ത് നൽകിയിട്ട് ഒരു നിശ്ചിത ദിവസത്തിനു മുമ്പ് ജോലിയിൽ പ്രവേശിക്കാൻ അയാളോട് ആവശ്യപ്പെടും. നിയമന വ്യവസ്ഥകൾ, ജോലിയുടെ സ്വഭാവം, ശമ്പള നിരക്ക് എന്നിവയെല്ലാം ഇതിൽ പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിയോഗിക്കലും പരിചയപ്പെടുത്തലും. ഏത് ജോലിക്കാണോ തിരഞ്ഞെടുത്തത് ആ ജോലിക്ക് അപേക്ഷകനെ ഏൽപ്പിക്കുന്നു എന്നതാണ് നിയോഗം എന്നതിനർത്ഥം. പരിചയപ്പെടുത്തൽ വേളയിൽ ഉദ്യോഗാർത്ഥിയെ ഓഫീസിലും ഫാക്ടറിയിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തും. ഇതെല്ലാം പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ അയാൾക്ക് കഴിവുണ്ടാക്കുന്നു. പിന്നെ സെലക്ഷനും റിക്രൂട്ട്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകരാകാൻ ഇടയുള്ളവരെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരെ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നു. പിന്നെ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രക്രിയയാണെന്ന് പറയാം. പക്ഷെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പ്രക്രിയയാണ്. റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് പ്രക്രിയ, സെലക്ഷൻ നെഗറ്റീവ് പ്രക്രിയ. പിന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കലാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് ഏറ്റവും പ്രാപ്തരായവരെ തെരഞ്ഞെടുക്കലാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലളിതമായ പ്രക്രിയയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റും അതേപോലെ സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകരാകാൻ ഉള്ളവരെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാണെന്ന് പറയുന്നത് അപേക്ഷിച്ചവരെ തെരഞ്ഞെടുക്കലാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്, സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രക്രിയയാണ്. പിന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കാം റിക്രൂട്ട്മെന്റിലെ. സെലക്ഷനിൽ ജോലിക്ക് ഏറ്റവും പ്രാപ്തരമായവരെ തെരഞ്ഞെടുക്കലാണ് ലക്ഷ്യം. പിന്നെ റിക്രൂട്ട്മെന്റ് ഒരു ലളിതമായ പ്രക്രിയയാണ്. ഇനി എന്താണ് പരിശീലന രീതികൾ എന്തെല്ലാം? ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ഒരു ജീവനക്കാരന്റെ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ട്രെയിനിങ്. ഏൽപ്പിച്ച ജോലി കാര്യക്ഷമമായി ചെയ്യാൻ ആവശ്യമായ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിത പ്രവർത്തനമാണ് ട്രെയിനിങ്. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിചാരം ഉണ്ടാക്കുക എന്നർത്ഥം.
അതായത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡെവലപ്മെന്റ്. ഒരു ജീവനക്കാരന്റെ വികസനം എന്ന് പറയുമ്പോൾ അയാളുടെ സമഗ്രമായ വളർച്ചയാണ്. ഒരു ജീവനക്കാരന്റെ വികസനം എന്ന് പറഞ്ഞാൽ അയാളുടെ സമഗ്രമായ വളർച്ചയാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തങ്ങളുടെ നിലവിലുള്ള ജോലികൾ ശരിക്കും നിർവഹിക്കാൻ വേണ്ട അറിവും വൈദഗ്ധ്യവും ജീവനക്കാർ നേടിയെടുക്കുന്ന പ്രക്രിയയാണിത്. പരിശീലനം എന്നത് തൊഴിൽ സംബന്ധമായതാണ്, എന്നാൽ വികസനം എന്നത് തൊഴിൽ സാധ്യത സംബന്ധിച്ചുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവനക്കാർ വൈദഗ്ധ്യം നേടുന്നതാണ് വികസനം. ഇനി അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് രീതികളെ കുറിച്ചാണ് പറയുന്നത്. പരിശീലനം നൽകുന്നത് 2 രീതികളാണ്. ജോലി സ്ഥലത്ത് പരിശീലനം. തൊഴിലാളികൾക്ക് ഏറ്റവും ഫലപ്രദമായ പരിശീലന രീതിയാണ് ജോലി സ്ഥലത്തെ പരിശീലനം. ഇത് പ്രായോഗിക പഠനമാണ്, ചെയ്തു പഠിക്കലാണ്. തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്ത് തന്നെ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ജോലി പഠിക്കാൻ കഴിയും. ജോലി സ്ഥലത്തുള്ള വിവിധ പരിശീലന രീതികളാണ് കോച്ചിങ്, അണ്ടർസ്റ്റഡി, ജോലി മാറ്റി നൽകി പരീക്ഷിക്കൽ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് തുടങ്ങിയവ. ഇനി ജോലി സ്ഥലത്തിന് പുറത്ത് പരിശീലനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി സ്ഥലത്തിന് വെളിയിൽ വെച്ച് ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനമാണിത്. ക്ലാസ് റൂം, ലെക്ചർ, കോൺഫറൻസ്, ഫിലിം, ടെലിവിഷൻ പ്രദർശനം, മാതൃകാ പഠന രീതികള്, ശില്പശാലകൾ തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കുന്നു. ഇനി വികസനവും പരിശീലനവും, അതായത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? അതിലൊന്നാമത് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവും വൈദഗ്ധ്യവും പോഷിപ്പിക്കുന്ന ചിട്ടയായ പ്രവർത്തനം. വികസനം എന്ന് പറഞ്ഞാൽ പഠനത്തിന്റെയും വളർച്ചയുടെയും പ്രക്രിയ. പിന്നെ പരിശീലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നു. വികസനം ജോലിക്കാരുടെ മൊത്തത്തിലുള്ള വളർച്ച സാധ്യമാക്കുന്നു. പിന്നെ പരിശീലനം സാധ്യതകൾ പരിമിതമാണ്, വികസനം കൂടുതൽ വിശാലമാണ്. വിദ്യാഭ്യാസവും പരിശീലനവും ഇതിൽപ്പെടും. പിന്നെ പരിശീലനം ജോലിയെ ലക്ഷ്യമാക്കിയുള്ള പ്രക്രിയയാണ്, വികസനം കരിയറിനെ ലക്ഷ്യമാക്കിയുള്ള പ്രക്രിയയാണ്. ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്? എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങൾ? അതിലൊന്നാമതായിട്ട് പറയുന്നത് ഇന്റേണൽ സോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ഇപ്പോ ഒരു കമ്പനിയിലെ വേക്കൻസി വരുമ്പോൾ ആ കമ്പനിയിലെ തൊഴിലാളികളെ തന്നെ മറ്റൊരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുക. നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആ ജോലിക്കാരെ തന്നെ ആ സ്ഥാപനത്തിന്റെ വേക്കൻസിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഇന്റേണൽ സോഴ്സസ് അഥവാ ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരനെ ഉയർന്ന ശമ്പളവും പദവിയും ഉത്തരവാദിത്വവും വഹിക്കുന്ന ഉയർന്ന തസ്തികയിലേക്ക് മാറ്റുന്നതിന് സ്ഥാനക്കയറ്റം എന്ന് പറയുന്നു. ഇത് ഒരു ആന്തരിക ഉറവിടമാണ്. ശമ്പളം, പദവി, ഉത്തരവാദിത്തം എന്നിവയിൽ മാറ്റമില്ലാതെ ഒരു ജീവനക്കാരനെ സമാനമായ ജോലിയിലേക്ക് മാറ്റുന്നതിന് പ്രൊമോഷൻ എന്ന് പറയുന്നു. ഇതും ഒരു തരം ആന്തരിക ഉറവിടമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ ബാഹ്യമായ ഉറവിടങ്ങൾ. ഒരു സ്ഥാപനം നിലവിലുള്ള ജോലിക്കാരിൽ നിന്നോ ജീവനക്കാരിൽ നിന്നോ അല്ലാതെ പൊതുജനങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുകയാണെങ്കിൽ അതിനെയാണ് ബാഹ്യ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ബാഹ്യ ഉറവിടങ്ങളെ കുറിച്ച് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് മാധ്യമ പരസ്യങ്ങള്, പിന്നെ അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകള്, പിന്നെ സ്വകാര്യ കൺസൾട്ടിങ് ഏജൻസികള്, പിന്നെ റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് എന്ന് പറയും. അതായത് സ്ഥാപനങ്ങൾ അവരുടെ നോട്ടീസ് ബോർഡിൽ ഒരു അറിയിപ്പ് നൽകി നേരിട്ടുള്ള നിയമനമാണിത്. റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രധാന ഉറവിടം ലഭ്യമായ ജോലികളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഒരു ശാലയുടെ ഫാക്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, അതിന്റെ ഗേറ്റിൽ ആ കമ്പനിയിലേക്കുള്ള വേക്കൻസിയുടെ പരസ്യം കൊടുത്തിട്ട് അതിൽ നിന്ന് അതിന് പ്രകാരം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്റ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കൽ എന്ന് പറയും. പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്ന സുപ്രധാനമായ ഒരു മാനേജീരിയൽ ജോലിയാണ് ഡയറക്റ്റിംഗ്. പ്രവർത്തനത്തിലേക്ക് നീക്കൽ എന്നാണ് ഈ വാക്കിനർത്ഥം. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിലേക്ക് നീക്കുക, ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നിവയെല്ലാം ഡയറക്റ്റിംഗിൽ പെടും. പ്ലാനിങ്, സംഘാടനം, സ്റ്റാഫിംഗ് എന്നിവ ജോലി ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. ഡയറക്റ്റിംഗ് എന്ന ജോലി മാനേജർ ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പണി ആരംഭിക്കുന്നത്. അതായത് ജോലി ചെയ്യാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകൽ, അവർക്ക് മാർഗനിർദ്ദേശം നൽകൽ, അവരുടെ ജോലിയുടെ മേൽനോട്ടം നടത്തൽ എന്നിവ ഇതിന്റെ കീഴിൽ വരുന്നു. നിർദ്ദേശങ്ങൾ നൽകുകയും ആദ്യം പ്ലാൻ ഇട്ടതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് ഉപയോഗിച്ച പ്രക്രിയകളും ടെക്നിക്കുകളും ഉൾക്കൊള്ളുന്നതാണ് ഡയറക്റ്റിംഗ്.
ഇനി ഡയറക്റ്റിങ്ങിന്റെ ഘടകങ്ങൾ: മേൽനോട്ടം, പ്രേരിപ്പിക്കൽ അല്ലെങ്കിൽ പ്രചോദനം, നേതൃത്വം, ആശയവിനിമയം. ഇനി എന്താണ് മോട്ടിവേഷൻ? ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ ആളുകളെ ഉത്സാഹിപ്പിച്ച് പണിയെടുക്കുന്ന പ്രക്രിയ എന്നാണ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ ആളുകളെ ഉത്സാഹിപ്പിച്ച് പണിയെടുക്കുന്ന പ്രക്രിയ. ഇനി എന്താണ് വാട്ട് ഈസ് എ ലീഡർ? എന്താണ് നേതാവ്? നേതൃത്വത്തിന്റെ പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ നേതാവ് എന്ന് പറയുന്നു. അതായത് നേതൃത്വത്തിന്റെ പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നേതാവ്. ഇനി ഒരു സൂപ്പർവൈസറുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു തൊഴിൽശാലയിലെ സൂപ്പർവൈസറുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ, കീഴ് ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. അതായത് കീഴ് ജോലിക്കാരെ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരെ അവരുടെ ജോലി ചെയ്യാനായിട്ട് നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് സൂപ്പർവൈസറുടെ ധർമ്മം. ഇനി വാട്ട് ഈസ് മീൻഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ധനപരമായ പ്രേരകങ്ങൾ, നേരിട്ട് പണത്തിന്റെ രൂപത്തിലുള്ളതോ പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്നതോ ആയ ആനുകൂല്യങ്ങളെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി, ശമ്പളവും അലവൻസുകളും, പിന്നെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സ്, ഉൽപാദനക്ഷമത ബന്ധിത വേതന ആനുകൂല്യ പ്രേരകങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ആ തൊഴിൽശാലയിലെ തൊഴിലാളികളുടെ പ്രതിഫലം അല്ലെങ്കിൽ സാലറി കൂട്ടുക. അതാണ് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോണസ്, പിന്നെ അതേപോലെ തന്നെ ലാഭം പങ്കിടൽ, ഇതെല്ലാം എന്തിൽ പെടുന്നതാണെന്ന് പറയുന്നത്? ധനപരമായ ഫിനാൻഷ്യൽ ഇൻസെന്റീവിൽ പെടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുന്നതാണ് എന്താണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തേത് പ്ലാനിങ് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. പ്ലാനിങ്, സംഘാടനം, സ്റ്റാഫിങ് എന്നിവ ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഒരുക്കം കൂട്ടലാണ്. പണി ആരംഭിക്കുമ്പോൾ മാനേജർ തന്നെ ഡയറക്റ്റിംഗ് ജോലി നിർവഹിക്കുമ്പോഴാണ്. അതിനാൽ ഡയറക്റ്റിംഗ് പ്രവർത്തനത്തിന്, അതായത് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ജോലിക്ക് തുടക്കം കുറിക്കുക. പിന്നെ രണ്ടാമത്തെ, തൊഴിലാളികളുടെ അധ്വാനത്തെ സംയോജിപ്പിക്കുക. അതായത് തൊഴിലാളികളെ കോർഡിനേറ്റ് ചെയ്യുക, സംയോജിപ്പിക്കുക. മേൽനോട്ടം, മാർഗനിർദ്ദേശം, അതേപോലെ തന്നെ ഉപദേശം എന്നിവയിലൂടെ അധ്വാനത്തെ സംയോജിപ്പിക്കുക. പിന്നെ പ്രചോദനത്തിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ശേഷി പരമാവധി ഉപയോഗിച്ച് പണിയെടുക്കാൻ പ്രചോദിപ്പിക്കുന്നത് കാര്യനിർവഹണം മൂലമാണ്. അതായത് തൊഴിലാളികളുടെ ശേഷി പരമാവധി ഉപയോഗിച്ച് പണിയെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക. പിന്നെ സ്ഥാപനത്തിന് സുസ്ഥിരത ഉണ്ടാക്കുന്നു. ആളുകളുടെ ഇടയിൽ ആശയവിനിമയം നടത്തൽ, അതേപോലെ തന്നെ ഫലപ്രദമായ നേതൃത്വം നടത്തൽ, അതേപോലെ പ്രചോദനം നൽകൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ഡയറക്റ്റിംഗ്. ഇത് സ്ഥാപനത്തിൽ സുസ്ഥിരത ഉണ്ടാക്കുന്നു. പിന്നെ മാറ്റങ്ങൾ സൗകര്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേരണാത്മക നേതൃത്വത്തിൽ ഫലമായി സ്ഥാപനത്തിലെ മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റിന് സാധിക്കും. നമ്മൾ പറഞ്ഞത് ഡയറക്റ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. അതായത് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ തൊഴിലാളികളുടെ അധ്വാനത്തെ സംയോജിപ്പിക്കുന്നു, പിന്നെ പ്രചോദനത്തിന്റെ കരുത്ത്, പിന്നെ സ്ഥാപനത്തിന് സുസ്ഥിരത ഉണ്ടാക്കുന്നു, പിന്നെ മാറ്റങ്ങൾ സൗകര്യപ്പെടുത്തുന്നു. ഇനി സ്റ്റേറ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഔപചാരികമായ ആശയവിനിമയം. നമ്മൾ പറയും ഫോർമൽ ആയിട്ടുള്ളത്. അധികാര ശ്രേണി വഴിയുള്ള ഔദ്യോഗികമായ ആശയവിനിമയത്തെയാണ് ഔദ്യോഗികമായ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനുള്ള മാർഗം സംഘടന തന്നെ വ്യവസ്ഥാപിതമായി തീരുമാനിച്ചിരിക്കും. അതാണ് ഔപചാരികമായ ആശയവിനിമയ മാർഗം. സന്ദേശം അയക്കുന്ന ആളുകളുടെയും സ്വീകർത്താവിന്റെയും സ്ഥാനമോ പദവിയോ ആയി ബന്ധപ്പെട്ടതായിരിക്കും ആശയവിനിമയ മാർഗം. ഇനി അനൗപചാരികം. ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള അനൗപചാരിക ആശയവിനിമയം അത് ഒരേ തലത്തിലോ വിവിധ തലത്തിലുള്ളവർ തമ്മിലോ ആകാം. പിന്നെ മേൽപോട്ടുള്ള ആശയവിനിമയം. കീഴ്തലത്തിൽ നിന്ന് മേൽത്തലങ്ങളിലേക്ക് ആശയങ്ങൾ കൈമാറുന്നതിനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഏൽപ്പിച്ച പണി നിർവഹിക്കുന്നതിലുണ്ടായ പുരോഗതിയെക്കുറിച്ചും പണി നടത്തുന്നതിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മേധാവികളെ അറിയിക്കുക എന്നതാണ് ഇത്തരം ആശയവിനിമയങ്ങളുടെ ഉദ്ദേശം. പിന്നെ കീഴ്പോട്ടുള്ള ആശയവിനിമയം. സ്ഥാപനത്തിന്റെ ഉന്നത തലത്തിൽ നിന്നും കീഴ്തലത്തിലേക്കുള്ള ആശയവിനിമയത്തിനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. തിരശ്ചീനമായ ആശയവിനിമയം ഒരേ തലത്തിലും ഒരേ പദവിയിലുമുള്ള ആളുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് തിരശ്ചീനമായ ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് വരുന്നതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു കീഴ് ജീവനക്കാരന് നേരിട്ട് സന്ദേശം അയക്കുന്നു എങ്കിൽ അതിന് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. സംഘടനയ്ക്കകത്ത് സന്ദേശങ്ങൾ കൈമാറുന്ന മാർഗത്തിന് ആശയവിനിമയ മാധ്യമങ്ങൾ എന്ന് പറയുന്നു. ഇത് രണ്ടു തരമാണ്: വാചികമായ ആശയവിനിമയം, ലിഖിതമായ ആശയവിനിമയം. ഇനി വാക്കുകൾ, വാചികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭാഷണം വഴി നടത്തുന്ന ആശയവിനിമയമാണ് വാചിക ആശയവിനിമയം. അതായത് നേരിട്ടുള്ളത്, സംഭാഷണത്തിലൂടെ നടത്തുന്ന ആശയവിനിമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാചികമായ ആശയവിനിമയം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് ലിഖിതമായത്, എഴുത്തത്, കത്തുകൾ, മെമ്മോ, സർക്കുലർ, ബുള്ളറ്റിൻ, റിപ്പോർട്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ്, മാഗസിൻ ബുക്ക് തുടങ്ങിയ ലിഖിത രൂപത്തിലുള്ള ആശയവിനിമയം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിവിധ തരം കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഔപചാരികമായ ആശയവിനിമയം, അനൗപചാരികമായ ആശയവിനിമയം, മേൽപോട്ടുള്ള ആശയവിനിമയം, കീഴ്പോട്ടുള്ള ആശയവിനിമയം, തിരശ്ചീനമായ ആശയവിനിമയം, അങ്ങനെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സൂപ്പർവൈസറുടെ ധർമ്മങ്ങൾ. ഒന്നാമത് നിരന്തരം ബന്ധം പുലർത്തുക. മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ കണ്ണിയായിട്ട് പ്രവർത്തിക്കുക. പിന്നെ ഗ്രൂപ്പ് ഐക്യം നിലനിർത്തുക, ജോലിയുടെ നിർവഹണം ഉറപ്പുവരുത്തുക, പിന്നെ ഓൺ ദ ജോബ് പരിശീലനം നൽകുക, പിന്നെ ജോലിക്കാരെ സ്വാധീനിക്കുക, ഫീഡ്ബാക്ക് നൽകുക. ഇതെല്ലാം പ്രധാനമായിട്ടും എന്താണെന്നാ പറയുന്നത്? സൂപ്പർവൈസറുടെ ധർമ്മങ്ങളാണ്. ഇനി എന്താണ് മോട്ടിവേഷന്റെ പ്രാധാന്യം? കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. പണിയെടുക്കാനുള്ള ശേഷിക്കും പണിയെടുക്കാനുള്ള സന്നദ്ധതയ്ക്കും ഇടയ്ക്ക് വിടവ് നികത്തുന്നത് പ്രചോദിപ്പിക്കലാണ്. പ്രചോദിപ്പിക്കൽ മൂലം ഉൽപാദനക്ഷമത കൂടുന്നു, ഉൽപാദന ചെലവ് കുറയുന്നു, കാര്യക്ഷമത വർദ്ധിക്കുന്നു. പിന്നെ ലക്ഷ്യപ്രാപ്തി ഉറപ്പാക്കുന്നു. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാനേജ്മെന്റിന് അവരുടെ സഹകരണം ഉറപ്പാക്കുന്നു. പിന്നെ വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുന്നു. പണമായുള്ള പ്രതിഫലം, കാര്യക്ഷമതയ്ക്കുള്ള അംഗീകാരം, പ്രൊമോഷൻ തുടങ്ങിയവ തൊഴിലാളികളെ തൃപ്തരാക്കുന്നു. അത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നു. ഇതിന്റെ ഫലമായി മെച്ചപ്പെട്ട വ്യവസായ ബന്ധം നിലവിൽ വരും. പിന്നെ മാറ്റങ്ങളോടുള്ള എതിർപ്പ് കുറയും. പ്രചോദിപ്പിക്കലിലൂടെ തൊഴിലാളികൾക്ക് സ്വയം നന്നാകാൻ വിവിധ അവസരങ്ങൾ ലഭിക്കും. പ്രചോദിപ്പിക്കുന്നത് ഫലപ്രദമാണെങ്കിൽ അത് മാറ്റങ്ങളോടുള്ള എതിർപ്പിനെ ഒതുക്കാൻ സഹായിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്യൂമറേറ്റ് 5 ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, അർത്ഥസംബന്ധമായ പ്രതിബന്ധങ്ങൾ. അതായത് ഒരു സന്ദേശത്തെ വാക്കുകളോ മുദ്രകളോ ആക്കി മാറ്റുന്നതിലെ എൻകോഡിംഗ് ഡീകോഡിംഗ് പ്രക്രിയയിൽ വരുന്ന തടസ്സം. അതായത് ഒരു സന്ദേശത്തെ വാക്കുകളോ അല്ലെങ്കിൽ മുദ്രകളോ ആക്കി മാറ്റുക. അങ്ങനെ വാക്കുകളോ മുദ്രകളോ ആക്കി മാറ്റുമ്പോൾ അവിടെ എൻകോഡിങ്ങിലും ഡീകോഡിങ്ങിലും വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ അർത്ഥസംബന്ധമായ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭാഷാശാസ്ത്രത്തിൽ സെമാന്റിക് എന്നാൽ ഭാഷയിലെ വാക്കുകളുടെയും വാചകങ്ങളുടെയും അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണയായി തെറ്റായ വാക്കുകളുടെ ഉപയോഗം, തെറ്റായ തർജ്ജമ, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ. ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. 3 തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്: ശമ്പളവും അലവൻസും, ഉൽപാദനക്ഷമത ബന്ധിത വേതന ആനുകൂല്യങ്ങൾ, പ്രേരകങ്ങൾ. ഇനി ഡയറക്റ്റിംഗിന്റെ മാനേജീരിയൽ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. മേൽനോട്ടം, പ്രചോദനം, നേതൃത്വം, ആശയവിനിമയം എന്നിവയാണ് നിർദ്ദേശിക്കലിന്റെ ഘടകങ്ങൾ. മേൽനോട്ടത്തില് കീഴ്ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യലാണ് മേൽനോട്ടം. കൂടുതൽ നന്നായി പണിയെടുക്കാൻ നിർദ്ദേശം നൽകുക, നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നീ ജോലികൾ അടങ്ങിയതാണ് മേൽനോട്ടം. ഇനി അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകുമെന്ന് ഉറപ്പുവരുത്തുന്നു, നിയന്ത്രണത്തിന് സൗകര്യപ്പെടുത്തുന്നു, അച്ചടക്ക പാലനം, വിവരശേഖരണം,
ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു, പ്രേരണ മെച്ചപ്പെടുത്തുന്നു. പിന്നെ മോട്ടിവേഷൻ, പ്രചോദനം, ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ ആളുകളെ ഉത്സാഹിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന പ്രക്രിയ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ആളുകളെ ഉത്സാഹിപ്പിച്ച് പണിയെടുക്കുന്ന പ്രക്രിയ എന്നാണ് പ്രചോദിപ്പിക്കലിന്റെ അർത്ഥം. ഇനി പ്രചോദിപ്പിക്കലിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രതിഭാസമാണ്. അതായത് പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ്. മനുഷ്യരുടെ പെരുമാറ്റത്തെ സഹതാപപൂർവം മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കണം. പിന്നെ സ്ഥാപനത്തിലെ അംഗങ്ങളിൽ ആഗ്രഹം, ആവേശം, ഉത്സാഹം എന്നിവ ഉളവാക്കാനും ശക്തിപ്പെടുത്താനും സാധിക്കണം. പിന്നെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാണ്. പിന്നെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണിത്. ഇനി പ്രചോദനത്തിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതായത് പ്രചോദനത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാല് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനുള്ള ശേഷിക്കും പണിയെടുക്കാനുള്ള സന്നദ്ധതയ്ക്കും ഇടയ്ക്കുള്ള വിടവ് നികത്തുന്നത് പ്രചോദിപ്പിക്കലിന് കാരണമാകുന്നു. ഇതുമൂലം ഉൽപാദനക്ഷമത കൂടുന്നു, ഉൽപാദന ചെലവ് കുറയുന്നു, കാര്യക്ഷമത വർദ്ധിക്കുന്നു. പിന്നെ അടുത്തതാണ് ലക്ഷ്യപ്രാപ്തി, അതായത് ഗോള്, ലക്ഷ്യപ്രാപ്തി എന്ന് പറയും. അതായത് നമ്മുടെ എയിം എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യപ്രാപ്തി ഉറപ്പാക്കുന്നു. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാനേജ്മെന്റിന് അവരുടെ സഹകരണം ഉറപ്പാക്കാൻ കഴിയുന്നു. പിന്നെ വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുന്നു. വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പണമായുള്ള പ്രതിഫലം, കാര്യക്ഷമതയ്ക്കുള്ള അംഗീകാരം, പ്രൊമോഷൻ തുടങ്ങിയവ തൊഴിലാളികളെ തൃപ്തരാക്കുന്നു. അത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നു. ഇതിന്റെ ഫലമായി മെച്ചപ്പെട്ട വ്യവസായ ബന്ധം നിലവിൽ വരും. പിന്നെ മാറ്റങ്ങളോടുള്ള എതിർപ്പ് കുറയും. പ്രചോദിപ്പിക്കലിലൂടെ തൊഴിലാളികൾക്ക് സ്വയം നന്നാകാൻ വിവിധ അവസരങ്ങൾ ലഭിക്കും. പ്രചോദിപ്പിക്കുന്നത് ഫലപ്രദമാണെങ്കിൽ അത് മാറ്റങ്ങളോടുള്ള എതിർപ്പിനെ ഒതുക്കാൻ സഹായിക്കും. പിന്നെ വരുന്നതാണ് ലീഡർഷിപ്പ്, നേതൃത്വം. ആത്മവിശ്വാസത്തോടും ആവേശത്തോടെയും പണിയെടുക്കുന്നതിന് കീഴ്ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ മനോവീര്യം വർദ്ധിപ്പിക്കൽ, അതായത് ഒരു നേതാവ് തന്റെ അനുയായികൾക്ക് നല്ല മനോവീര്യം കൊടുക്കണം. പിന്നെ ആത്മവിശ്വാസം ഉളവാക്കുന്നു. അധികാര പ്രയോഗം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കീഴ്ജീവനക്കാരെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന നേതൃത്വം അധികാരത്തിന് താങ്ങാണ്. പിന്നെ ഔപചാരിക ബന്ധങ്ങളിലെ കുറവുകൾ നികത്തും. പിന്നെ മാനേജ്മെന്റിനും ജീവനക്കാർക്കും ഇടയിൽ സൗഹൃദ ബന്ധം പടുത്തുയർത്താൻ ഫലപ്രദമായ ഒരു നേതൃത്വത്തിന് കഴിയും. ഇനി നല്ലൊരു നേതാവിന് ഉണ്ടാകേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിശക്തി, ആശയവിനിമയത്തിനുള്ള സാമർഥ്യം, ജോലിയിൽ പരിജ്ഞാനം, മനുഷ്യത്വം, ആത്മവിശ്വാസം, സർഗാത്മചിന്തയും മുൻകൈ എടുക്കാനുള്ള കഴിവും, ഉത്തരവാദിത്ത ബോധം, നല്ല പെരുമാറ്റം, അയവുള്ള സമീപനം, നല്ല വ്യക്തിത്വം. ഇനി അതിന്റെ പിന്നെ അത് കൂടാതെ നയിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവ്, ക്ഷമ, സ്ഥിരത, വികാര നിയന്ത്രണത്തിനുള്ള കഴിവ്. പിന്നെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം എന്നാൽ ആശയങ്ങൾ കൈമാറൽ എന്നാണ് അർത്ഥം. രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുതകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇനി പ്രാധാന്യം, തീരുമാനം എടുക്കുന്നതിന്റെയും പ്ലാനിങ്ങിന്റെയും മുഖ്യ പങ്ക് ആശയവിനിമയമാണ്. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനം സുഗമവും കാര്യക്ഷമവുമാക്കുന്നു. ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ഫലപ്രദമായ നിയന്ത്രണത്തിന് സാധ്യതയുണ്ടാകുന്നു. ഇത്രയുമാണ് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ മാസ്ലോ നീഡ് ഹിയറാർക്കി ഓഫ് നീഡ്സ്. അതായത് മാസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്തം, നീഡ് ഹിയറാർക്കി എന്ന് പറയും, ഹിയറാർക്കി ഓഫ് നീഡ്സ്. ആവശ്യ ശ്രേണി സിദ്ധാന്തം എന്താണെന്നാണ്. അതായത് പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്ര വിദഗ്ധനായ അബ്രഹാം മാസ്ലോ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ക്രമം അനുസരിച്ച് ഒരു ശ്രേണിയുടെ രൂപത്തിൽ ഒരു സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തു. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ്. ഇനി ഇതിന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ആഹാരം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയവ. പിന്നെ സുരക്ഷിത ആവശ്യങ്ങൾ, സേഫ്റ്റി. അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം ആളുകൾ സുരക്ഷയെ പറ്റി ആലോചിച്ചു തുടങ്ങുന്നു. നല്ല വരുമാന സ്ഥിരത, പെൻഷൻ, അടിസ്ഥാന ശമ്പളം എന്നിവ അതിൽ പെടുന്നു. പിന്നെ സോഷ്യൽ നീഡ്സ്, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്.
അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ബഹുമാന്യനായി കാണാൻ താല്പര്യപ്പെടുന്നു. കൂട്ടുകാരുമായുള്ള നല്ല സൗഹൃദബോധം, സഹോദര സ്നേഹം തുടങ്ങിയവയാണ് സോഷ്യൽ ആവശ്യങ്ങൾ. പിന്നെ എസ്റ്റീം നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങൾ നേടിയതിനു ശേഷം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിലെ ഉയർന്ന പദവിയും ആദരണീയ സ്വഭാവവുമാണ്. അഭിമാന ആവശ്യങ്ങളെ ഈഗോ ആവശ്യങ്ങൾ എന്ന് വിളിക്കുന്നു. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും അവസാന ആവശ്യമായി കണക്കാക്കുന്നത് ഇതാണ്. സ്വന്തം സാക്ഷാത്കാരത്തിനുള്ള ആവശ്യങ്ങൾ അവരുടെ സ്വപ്നങ്ങളുടെയും കാഴ്ചകളുടെയും സാക്ഷാത്കാരമാണ്. അതായത് മാസ്ലോയുടെ ഹീറാർക്കി ഓഫ് നീഡ്സ് അതല്ലെങ്കിൽ ആവശ്യ ശ്രേണി സിദ്ധാന്തമാണ് പറഞ്ഞത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സൈക്കോളജിക്കൽ, അതായത് എന്താ പറയുന്ന അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ, സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ സോഷ്യൽ നീഡ്സ്, പിന്നെ എസ്റ്റീം നീഡ്സ്, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ലീഡറെ കുറിച്ചാണ്. ഹൂ ഈസ് എ ലീഡർ? ആരാണ് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവ്? ഒരു അപ്പൊ നമ്മൾ പറഞ്ഞത് മനഃശാസ്ത്രപരമായിട്ടുള്ള, അതായത് ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓണസ്റ്റി, സത്യസന്ധത. രണ്ടാമത്തെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം. മൂന്നാമത്തെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം. നാലാമത്തെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. അഞ്ചാമത്തെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അതായത് സത്യസന്ധത, ഉത്തരവാദിത്ത ബോധം, നല്ല ആശയവിനിമയം, മനുഷ്യത്വം, ആത്മവിശ്വാസം. ഇത്രയുമാണ് എപ്പോഴും ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് യൂസ്ഡ് ടു മോട്ടിവേഷണൽ എംപ്ലോയീസ് ഓഫ് എ കമ്പനി. അതായത് ശമ്പളവും അലവൻസും, ഉൽപാദനക്ഷമത ബന്ധിത വേതന ആനുകൂല്യങ്ങള്, പിന്നെ ബോണസ്, പിന്നെ പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ സാധിക്കാത്ത ആനുകൂല്യങ്ങളെയാണ് നമ്മൾ ധനപരമല്ലാത്ത പ്രേരകങ്ങൾ എന്ന് പറയുന്നത്. മനഃശാസ്ത്രപരവും സാമൂഹ്യപരവും അല്ലെങ്കിൽ വൈകാരികവുമായ ചില ആവശ്യങ്ങളുണ്ട്. ജോലിക്കാർക്ക് പുതിയ പദവി, കൂടുതൽ അധികാരം, ജോലിക്കയറ്റം, അംഗീകാരം, മാനേജ്മെന്റിന്റെ പങ്കാളിത്തം എന്നിവ നൽകുകയാണെങ്കിൽ അത് അവരെ മനഃശാസ്ത്രപരമായി തൃപ്തിപ്പെടുത്തുന്നു. പദവി, സ്ഥാപനമായ കാലാവസ്ഥ, തൊഴിലാളി അംഗീകാരം, ജോലി സുരക്ഷിതത്വം, തൊഴിലാളി പങ്കാളിത്തം, കരിയർ വളർച്ച തുടങ്ങിയ ധനപരമല്ലാത്ത പ്രേരകമാണ്. നമ്മൾ പറഞ്ഞത് എന്താ പറയുന്നത്, ധനപരമല്ലാത്ത പ്രേരകങ്ങളെ കുറിച്ച്, അതായത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഏകോപനവും നിയന്ത്രിക്കൽ, അതായത് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. എന്താണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാല്, അതായത് ഏകോപനം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ ആധുനിക ബിസിനസ് സ്ഥാപനങ്ങള് വളരെ വലിപ്പമേറിയവയാണ്. അപ്പൊ ഭീമമായ തുക മൂലധനമായി നിക്ഷേപം വേണ്ടി വരും. ധാരാളം യന്ത്രങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണത്തെ സങ്കീർണമാക്കുന്നു. നാനാതരം ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാവും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കാര്യക്ഷമമായ ഒരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്.
സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സംഘടനയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്ന പ്രക്രിയ. അതായത് ഒരു സംഘടനയുടെ ലക്ഷ്യം നേടുന്നതിന് സംഘടനയുടെ വിവിധ യൂണിറ്റുകളിലെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം, അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുന്നത് കോർഡിനേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായി പോകുന്നത്. അതിലൊന്നാമത്തെ ആധുനിക മാനേജ്മെന്റ് ധർമ്മങ്ങളുടെ സത്തയാണ് ഏകോപനം എന്ന് പറയുന്നത്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും വേർതിരിക്കാനാവാത്ത ഘടകമാണ്. പിന്നെ പറയുന്നത് പ്ലാനിങ് അതേപോലെ തന്നെ കൺട്രോളിങ്, ഇതിനെ രണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കോർഡിനേഷൻ അതേപോലെ തന്നെ കൺട്രോളിങ്, ഈ ടോപ്പിക്കുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ.